My dear friends, my name is Prashant. I am going to give a brief introduction with respect to GST system in India. എന്താണ് ജി എസ് ടി? വാട്ട് ഇസ് മീൻ ബൈ ജി എസ് ടി? ജി എസ് ടി മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി എന്ന് നിലവിൽ വന്നു ജി എസ് ടി. ഇറ്റ് കെയിം ഇൻ ഫോഴ്സ് ഓൺ 1st July 2017. ജി എസ് ടി ഏതിന്റെ കീഴിലാണ് വരുന്നത്? ജി എസ് ടി കംസ് അണ്ടർ ദ ജി എസ് ടി ആക്ട് 2017. ജി എസ് ടി ഇസ് എൻ ഇൻഡയറക്ട് ടാക്സ്. നമുക്ക് ജി എസ് ടി ആക്ട് 2017 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ? എസ് ജി എസ് ടി ആക്ട് 2017, സി ജി എസ് ടി ആക്ട് 2017, യു ടി ജി എസ് ടി ആക്ട് 2017 ആൻഡ് ഐ ജി എസ് ടി ആക്ട് 2017. എന്തിനാണ് ഈ ക്ലാസിഫിക്കേഷൻ? ഇറ്റ് ഈസ് ഫോർ റവന്യൂ ഷെയറിംഗ്. നമുക്കറിയാം, ഇന്ത്യ ഈസ് എ ഫെഡറൽ കൺട്രി ആൻഡ് ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ടു ലെവി ആൻഡ് കളക്ട് ടാക്സസ്. ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഓരോ സ്റ്റേറ്റിനും ഉണ്ട്. ആ ഒരു കൺസെപ്റ്റിന്റെ ബേസിലാണ് ഈ ജി എസ് ടി ആക്ട് 2017 ഇങ്ങനെ ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എസ് ജി എസ് ടി ആക്ട്, സി ജി എസ് ടി ആക്ട്, യു ടി ജി എസ് ടി ആക്ട്, ഐ ജി എസ് ടി ആക്ട് എന്നുള്ള ഡിവൈഡ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. നമുക്ക് ബേസിക്കലി ടാക്സ് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. എന്താണ് ഡയറക്ട് ടാക്സ്? ഡയറക്ട് ടാക്സ് മീൻസ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ പേഴ്സൺസ്. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ പേഴ്സൺസ് ഇൻകം. ഒരു വ്യക്തിയുടെ ഇൻകത്തിന് മേൽ ചുമത്തുന്ന ടാക്സ് ആണ് ഡയറക്ട് ടാക്സ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പെയ്ഡ് ടു ഗവൺമെന്റ്. ഇത് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നു. ആര്? ബൈ ദ ടാക്സ് പേയർ. ടാക്സ് പേയർ ഇറ്റ് ഈസ് ഡയറക്ട്ലി പെയ്ഡ് ബൈ ദ ടാക്സ് പേയർ. ഇൻ ഡയറക്ട് ടാക്സ്, ടാക്സ് ബർഡൻ ഈസ് നോട്ട് ഷിഫ്റ്റഡ്. ഡയറക്ട് ടാക്സിൽ ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അത് ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഇറ്റ് ഈസ് ടാക്സ് ബർഡൻ ഈസ് ബസ്റ്റ് വിത്ത് ദ പേഴ്സൺ ഹിംസെൽഫ്. അവന് ആ വ്യക്തിയിൽ തന്നെ ആണ് ടാക്സിന്റെ ലയബിലിറ്റി നിക്ഷിപ്തമായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻകം ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്ട് ടാക്സ് മീൻസ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിനും സർവീസസിനും മേൽ ഇമ്പോസ് ചെയ്ത ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ്. ഇവിടെ ടാക്സ് ബർഡൻ ഈസ് ഷിഫ്റ്റഡ്. ഫോർ എക്സാമ്പിൾ, ജി എസ് ടി. ഒരു ചെറിയൊരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് ആ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റത്തിന്റെ പ്രോസസ് ഒന്ന് നമുക്കൊന്ന് പറയാം. ഫ്രം മാനുഫാക്ചർ ടു ഡിസ്ട്രിബ്യൂട്ടർ, ടാക്സ് ബർഡൻ ഈസ് ഷിഫ്റ്റഡ്. ഫ്രം ഡിസ്ട്രിബ്യൂട്ടർ ടു ഹോൾസെയിലർ, ടാക്സ് ബർഡൻ ഈസ് ഷിഫ്റ്റഡ്. ഫ്രം ഹോൾസെയിലർ ടു retailer, tax burden is shifted. From retailer to customer, tax burden is shifted. So it's an indirect tax. Next slide. നമുക്കറിയാം, ജി എസ് ടി മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞു. ജി എസ് ടി മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വാട്ട് ആർ ഗുഡ്സ് ആസ് പെർ ജി എസ് ടി? എന്താണ് ഗുഡ്സ്? ജി എസ് ടി പ്രകാരം എന്താണ് ഗുഡ്സ്? എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഇവിടെ മൂവബിൾ പ്രോപ്പർട്ടി ആണ് പറയുന്നത്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ല. Every kind of movable property except money and securities, but includes actionable claims and agricultural produce. അപ്പം എല്ലാ മൂവബിൾ പ്രോപ്പർട്ടി അവിടെ മണിയും സെക്യൂരിറ്റീസും ഒഴിവാക്കിയിട്ടുണ്ട്. ബട്ട് ഇൻക്ലൂഡ്സ് ആക്ഷണബിൾ ക്ലെയിംസ് ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. എന്താണ് ആക്ഷണബിൾ ക്ലെയിംസ്? ആക്ഷണബിൾ ക്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്ലെയിം ഓൺ ഡെറ്റ്സ്. അതായത് ബുക്ക് ഡെറ്റ്സിന് മേലുള്ള ക്ലെയിം ആവാം, ഇല്ലെങ്കിൽ എന്ത് പറയാം, നമ്മുടെ പ്രോവിഡന്റ് ഫണ്ട് മേലുള്ള നമ്മുടെ ക്ലെയിം ആവും. നമ്മുടെ റൈറ്റ് ടു ക്ലെയിം പ്രോവിഡന്റ് ഫണ്ട് ക്ലെയിം ചെയ്യാനുള്ള നമ്മുടെ റൈറ്റ് ആവും. ഇതൊക്കെ ആക്ഷൻ ക്ലെയിംസ് എന്ന് പറയാം. പക്ഷേ ഇതൊന്നും ജി എസ് ടിയുടെ കീഴിൽ, ഈ ക്ലെയിംസുകളൊന്നും ജി എസ് ടിയുടെ കീഴിൽ ഗുഡ്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. ജി എസ് ടിയുടെ കീഴിൽ ഏതാണ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഇൻ ജി എസ് ടി, ലോട്ടറി, ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ്, ഇതാണ് ജി എസ് ടിയിൽ ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ആക്ഷൻ ക്ലെയിംസിൽ പറഞ്ഞാൽ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് മാത്രമേ ജി എസ് ടിയിൽ ഗുഡ്സ് ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ആക്ഷൻ ക്ലെയിംസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിങ്ങിനെ മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ശരി, അടുത്ത മണി. ആൾറെഡി നമുക്കറിയാം, ഇന്ത്യൻ മണി, ഫോറിൻ മണി, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, പ്രോമിസറി നോട്ട്, ഇതെല്ലാം കാണുന്നത്. അടുത്ത സ്ലൈഡിലോട്ട് പോകും. ജി എസ് ടി നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻട്രാ സ്റ്റേറ്റ് മീൻസ് വിത്തിൻ ദ സ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ് മീൻസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നമുക്ക് വീണ്ടും ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. എന്തിന്? ഓൺ ദ ബേസ് ഓഫ് റവന്യൂ ഷെയറിംഗ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എസ് ജി എസ് ടി ആൻഡ് സി ജി എസ് ടി. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നമുക്ക് ഐ ജി എസ് ടി ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. എന്താണ് സപ്ലൈ എന്ന് പറഞ്ഞു? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു. എന്താണ് സപ്ലൈ? അത് അടുത്ത സ്ലൈഡിലോട്ട് വരാം. ഒന്നും കൂടെ പറയാം, ജി എസ് ടിയെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്നും ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്നും നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയെ എസ് ജി എസ് ടി എന്നും സി ജി എസ് ടി എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തു ഫോർ റവന്യൂ ഷെയറിംഗ്.
IGST എന്ത് ചെയ്തു, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ IGST ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. ഇനി അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് പോകാം. സപ്ലൈ പറ്റി ഒരു നല്ലൊരു കൺസെപ്റ്റ് നമുക്ക് പറയാം. അടുത്ത GST ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇറ്റ് ഇസ് എ ഡ്യുവൽ സിസ്റ്റം. ആൾറെഡി പറഞ്ഞു വന്ന് ഇറ്റ് ഈസ് ഫോർ റവന്യൂ ഷെയറിംഗ്. അതായത് ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പവേഴ്സ് ടു ലെവി ആൻഡ് കളക്ട് ടാക്സസ്. അതുകൊണ്ടാണ് ഒരു ഡ്യുവൽ GST സിസ്റ്റം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇന്ത്യ ആസ് എ ഫെഡറൽ കൺട്രി. അതല്ല, അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഡ്യുവൽ GST സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തത്, ദ്വിതല സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സ്റ്റേറ്റിനും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അടുത്ത സ്ലൈഡ്. നേരത്തെ പറഞ്ഞു GSTയിൽ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരുന്നു. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് കാറ്റഗറൈസ് ചെയ്തു. എന്താണ് സപ്ലൈ? ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് GST നമ്മൾ ടാക്സ് ചുമത്തിയിരുന്നത് എങ്ങനെയാണ്? ഫോർ മാനുഫാക്ചറിങ്, ഫോർ സർവീസ്, ഫോർ സെയിൽസ്. ഇതിനൊക്കെയാണ് നമ്മൾ ടാക്സ് ചുമത്തിയിരുന്നത്. പക്ഷേ ആഫ്റ്റർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് GST സിസ്റ്റം ഈ മൂന്ന് മാനുഫാക്ചറിങ്, സർവീസ്, സപ്ലൈ ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് മാനുഫാക്ചറിങ്, സർവീസ്, സെയിൽ ഇത് മൂന്നും കൂടെ മെർജ് ചെയ്ത് സപ്ലൈ എന്നുള്ള ടൈമിലോട്ട് വന്നു. സപ്ലൈ എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്തു. ഗുഡ്സ് സപ്ലൈ, സർവീസ് സപ്ലൈ. നമ്മൾ പറഞ്ഞു ആ സപ്ലൈയെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്തു? ഗുഡ്സ് സപ്ലൈ എന്ന് സർവീസ് സപ്ലൈ എന്ന് പറഞ്ഞു കാറ്റഗറൈസ് ചെയ്തു. അപ്പം സപ്ലൈ എങ്ങനെ, ഗുഡ്സ് സപ്ലൈ എങ്ങനെ വരും, ഏതൊക്കെ ഫോംസിൽ വരും, അതുപോലെ സർവീസ് സപ്ലൈ ഏതൊക്കെ ഫോംസിൽ വരും. ഫോംസ് എങ്ങനെയൊക്കെ വരും? മേ ബി സെയിൽ ആവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം, എക്സ്ചേഞ്ച് ആവാം, റെന്റൽ ആവാം, ലൈസൻസ് ആവാം, ലീസ് ആവാം. ഈ രീതിയിലെല്ലാം ഫോംസ് ആവാം. ബട്ട് there should be some consideration. പക്ഷേ അവിടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് റിട്ടേൺ, it should be for some benefit. അത് എങ്ങനെയാവാം? ഇറ്റ് മേ ബി ഇൻ കൈൻഡ് ഓർ ക്യാഷ്, എങ്ങനെ വേണോ ആവാം. അടുത്ത സ്ലൈഡ്. അടുത്തത് GSTയുടെ ഒരു നമ്മൾ എങ്ങനെ GST ഏതൊക്കെ ടാക്സുകൾ ചേർന്നാണ് GSTയുടെ ഉത്ഭവം എന്ന് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അതായത് സെൻട്രൽ ടാക്സസും സ്റ്റേറ്റ് ടാക്സസും കൂടെ മെർജ് ചെയ്താണ് GST എന്നുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് ആൾ ഇൻഡയറക്ട് ടാക്സസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് മെർജ്ഡ് ഇൻടു വൺ സിംഗിൾ ബേർഡ്, നെയ്മലി GST എന്നൊരു സിംഗിൾ ബേർഡിലേക്ക് വന്നു. എല്ലാ ഇൻഡയറക്ട് ടാക്സസ് ഓഫ് സെൻട്രൽ ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഓഫ് സ്റ്റേറ്റ് മെർജ്ഡ് ഇൻടു വൺ സിംഗിൾ ബേർഡ്, നെയ്മലി GST. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഏതൊക്കെയാണ് സെൻട്രൽ ടാക്സസ് വന്നത്? CST, സെൻട്രൽ സെയിൽസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി, സർവീസ് ടാക്സ്, കൗണ്ടർ വാല്യൂയിങ് ഡ്യൂട്ടി. ഇതെല്ലാം എന്ത് ചെയ്തു? ഈ സെൻട്രൽ ടാക്സസ് എല്ലാം GSTയിലോട്ട് വന്നു. പിന്നെ സ്റ്റേറ്റ് ടാക്സസ് ആയ ഏതൊക്കെയാണ്? VAT, പർച്ചേസ് ടാക്സ്, എൻട്രി ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, ഒക്ട്രോ, ഇതെല്ലാം GSTയിലോട്ട്, സ്റ്റേറ്റ് ടാക്സസ് എല്ലാം കൂടെ GSTയിലോട്ട്. അപ്പം ഇപ്പോൾ ഒരു സിംഗിൾ വേർഡേ ഉള്ളൂ GST. ഈ വേർഡുകളൊന്നും ഇപ്പം നമ്മുടെ നിലവിൽ ഇല്ല. ഉള്ളി വൺ സിംഗിൾ വേർഡ് GST എന്നുള്ളൊരു സിംഗിൾ വേർഡിലോട്ട് ഇപ്പം വന്നു. അടുത്തത് ഏതൊക്കെ ടാക്സസ് ആണ് GSTയിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്, അതായത് GSTയിൽ സബ്സ്യൂം ചെയ്യാത്തത്, ലയിക്കാത്തത് എന്നുള്ളതാണ്. ഏതൊക്കെ ഐറ്റംസ് ആണ്, ഏതൊക്കെ ടാക്സസ് ആണ് GSTയിലോട്ട് സബ്സ്യൂം ചെയ്യാത്തത്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, അത് GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇറ്റ്സ് ഫോർ റേസിംഗ് ദ പ്രോപ്പർട്ടി, അത് ഒഴിവാക്കിയിട്ടുണ്ട്. വെഹിക്കിൾ ടാക്സ് കംസ് അണ്ടർ ദ മോട്ടോർ വെഹിക്കിൾസ് ആക്ട്, അതും ഒഴിവാക്കിയിട്ടുണ്ട്. എക്സൈസ് ഓൺ ലിക്കറിന് മേലുള്ള ഡ്യൂട്ടി, അതും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത ടോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് റോഡ് ടാക്സ്, പ്രൊഫഷൻ ടാക്സ്, ലാസ്റ്റ് എന്റർടൈൻമെന്റ് ടാക്സ് ലെവീഡ് ബൈ ലോക്കൽ ബോഡീസ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻ അഡീഷൻ ടു ആ ആൾറെഡി ഉള്ള എന്റർടൈൻമെന്റ് ടാക്സിന് പുറമേയുള്ള അഡീഷണൽ ടാക്സ് ആണിത്. The extra tax by local authorities in addition to 28% GST. എന്റർടൈൻമെന്റിന് നമുക്കറിയാം 28% ടാക്സ്. ഇപ്പൊ അതിന് പുറമേ ഉള്ള അഡീഷണൽ ടാക്സ് ആണ് ഈ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നത്. ലോക്കൽ ബോഡീസ് ചാർജ് ചെയ്യുന്ന ടാക്സ്. ഓക്കെ, അടുത്തത് GST രജിസ്ട്രേഷന്റെ ത്രെഷ്ഹോൾഡ് എത്ര, മാക്സിമം ലിമിറ്റ് എത്ര? GST registration is mandatory if the aggregate turnover in a financial year exceeds 40 lakhs. 40 ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷത്തെ വിറ്റുവരവ് വരെയാണെങ്കിൽ ആ വ്യക്തിക്ക് GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ്. ഇതെന്നു മുതൽ നിലവിൽ വന്നു? ഫ്രം 1 April 2019 ഓൺവേഴ്സ് 40 lakhs ഒരു ലിമിറ്റ് വന്നു. നേരത്തെ എത്രയായിരുന്നു? ഫ്രം
Up to 31st March 2019, it was 20 lakhs. അപ്പം ഫ്രം 20 lakhs, it was enhanced to 40 lakhs. 40 lakhsiലേക്ക് എൻഹാൻസ് ചെയ്തു. ഇത് എവിടേക്ക് അപ്ലൈ ചെയ്യുന്നു? ഈ 40 lakhsiന്റെ ഒരു എക്സംഷൻ എവിടേക്ക് അപ്ലൈ ചെയ്യുന്നു? ഇറ്റ് അപ്ലൈസ് ടു ആൾ സ്റ്റേറ്റ്സ് എക്സെപ്റ്റ് കേരള ആൻഡ് തെലങ്കാന ആൻഡ് 2 യൂണിയൻ ടെറിട്ടറീസ്. കേരളത്തിലും തെലങ്കാനയിലും സ്റ്റിൽ ഇറ്റ് ഈസ് 420. അതുപോലെ തന്നെ ഫോർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് exemption is 20 lakhs. And northeast states, and for hilly and northeast states, it is 10 lakhs. അടുത്ത സെൻറ്റൻസിലൂടെ നമുക്ക് പോകാം. If a person has business operation more than one state, he should obtain license in all states. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ ബിസിനസ് ഉണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ സ്റ്റേറ്റിലും രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. സോ turnover means total turnover from all the states. Okay, next slide. അടുത്തത് നമ്മൾ GST റേറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. GST റേറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പല ഗുഡ്സും ഉണ്ട്, പല സർവീസും ഉണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. GST റേറ്റ്സ് ഏതിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്നു? GST റേറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദി ഗുഡ്സ്. ഒരു ഗുഡ്സിന്റെ സ്വഭാവത്തിനെ ബേസ് ചെയ്തതിനാണ് GST റേറ്റ്സ്. എങ്ങനെയൊക്കെ നമുക്ക് GST റേറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്യാം? 5 ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. 0%, 5%, 12%, 18%, 20%. 0% is for exempted goods. കുറേ ഗുഡ്സിന് നമ്മൾ എക്സെപ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഒക്കെ എക്സെപ്റ്റഡ് ഇതിൽ വരുന്ന ഐറ്റംസ് ആണ്. 5%, 12%, 18% ഫോർ സം ഓഫ് ദി എക്സാമ്പിൾസ്. 5% എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? 5% is applied for goods of basic amenities such as sugar, oil, spices, coffee, tea, sweets. ഇതിലൊക്കെയാണ് 5% കവർ ചെയ്യുന്നത്. 12% എവിടെയൊക്കെയാണ് വരുന്നത്? സെൽഫോൺ, സീയിങ് മെഷീൻ, അംബ്രല്ല, പ്രോസസ്ഡ് ഫുഡ്സ്, ഇവിടെയൊക്കെയാണ് 12% അപ്ലൈ ചെയ്യുന്നത്. 18% എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? 18% അപ്ലൈ ചെയ്യുന്നത് ഹെയർ ഓയിൽ, സെറ്റി ഗ്ലാസ്, ഐസ്ക്രീം, മിനറൽ വാട്ടർ, ഷാംപൂ, വാട്ടർ ഹീറ്റർ, വാഷിംഗ് മെഷീൻ, ഇവിടെയൊക്കെയാണ് 18% അപ്ലൈ ചെയ്യുന്നത്. 28% അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? കാർസ്, ബൈക്സ്, എയർ കണ്ടീഷണർ, 32-inch TV, സിമൻ എക്സെട്ര. ബൈക്സ് പറയുമ്പോൾ 350cc എബോവ്.